സോ ഫൈനലി ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 26.5 അപ്ഡേറ്റ് റിലീസ് ചെയ്തേക്കുവാണ്. ഇത് കറൻ്റ് iOS 26 സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളും വിച്ച് മീൻസ് iPhone 11 മുതൽ iPhone 17 Pro Max വരെയുള്ള ഡിവൈസുകളിൽ സപ്പോർട്ടഡ് ആണ്. സോ കറൻ്റ് നിങ്ങൾ iOS 26 അല്ലെങ്കിൽ iOS 18 ഒക്കെയാണ് റണ്ണ് ചെയ്യുന്നെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ടൈം. കാരണം ഈ ഒരു അപ്ഡേറ്റ് ഒരു ബെറ്റർ അപ്ഡേറ്റ് ആണ്. പ്രത്യേകിച്ചും അടുത്ത മാസം ജൂണിൽ ആപ്പിളിൻ്റെ നെക്സ്റ്റ് OS ആയിട്ടുള്ള iOS 27 റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വേളയിൽ ആപ്പിൾ നിരവധി ടെസ്റ്റിങ്ങുകൾക്ക് ശേഷമാണ് ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്തേക്കുന്നത് 26.5. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, ഇതിൻ്റെ പെർഫോമൻസ്, ബാറ്ററി, ബഗ് ഫിക്സുകൾ, ഇതിനെപ്പറ്റി എല്ലാമാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ ആദ്യം തന്നെ അപ്ഡേറ്റ് സൈസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോണിൻ്റെ മോഡൽ അനുസരിച്ച് ഈ ഒരു അപ്ഡേറ്റ് സൈസിൽ വേരിയേഷൻസ് ഉണ്ടാകും. ഇതൊരു മേജർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് രീതികളിൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ OT അപ്ഡേറ്റ് ഫോണിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ iTunes ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ വേർഷൻ നമ്പർ എന്ന് പറയുന്നത് 26.5. ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 23F75 എന്നുള്ളതാണ് വേർഷൻ നമ്പർ. ഈ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഏതാനും ചില ഫീച്ചേഴ്സും ബഗ് ഫിക്സുകളും സെക്യൂരിറ്റി പാച്ചസുകളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമതാണ് ആപ്പ് സ്റ്റോറിൽ പുതുതായിട്ട് കൊണ്ടുവന്ന ഇൻ ആപ്പ് സബ്സ്ക്രിപ്ഷൻ മോഡൽ. അതായത് നമ്മളൊരു പെയ്ഡ് ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുകയാണ്, അതിന് ഡിഫറെൻറ്റ് പ്ലാനുകൾ കാണും. മന്ത്ലി പ്ലാൻ കാണും, ആനുവൽ പ്ലാൻ കാണും, ലൈഫ് ടൈം പ്ലാൻ കാണും. അതിൽ ഒബ്വിയസ്ലി മന്ത് പ്ലാനിനേക്കാൾ പ്രൈസ് കുറവായിരിക്കും ആനുവൽ പ്ലാൻ. കാരണം ചെറിയ ഡിസ്കൗണ്ട് വരും ഒരുമിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ മന്ത്ലി പ്ലാൻ എടുക്കുന്നതിനേക്കാൾ ഓപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ആനുവൽ പ്ലാൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് നമ്മൾ വലിയൊരു തുക പേയ്മെൻ്റ് ആയിട്ട് കൊടുത്ത് ആ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പകരം ആപ്പിളിൻ്റെ ഈ പുതിയ ഫീച്ചറിലൂടെ ഈ 1 ഇയർ പ്ലാൻ അല്ലെങ്കിൽ ആനുവൽ പ്ലാൻ എന്നുള്ളത് നമുക്ക് മന്ത്ലി പേയ്മെൻറ്റിലൂടെ പേ ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ കാണുന്ന പോലെ 12 months കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ടോട്ടൽ 1 ഇയർ പ്ലാനിൻ്റെ എത്രയാണോ മന്ത്ലി ആകുന്നത് ആ പേയ്മെൻറ്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു 1 ഇയർ ആനുവൽ പ്ലാൻ ആയിരിക്കും ലഭിക്കുന്നത്. സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ഫീച്ചറാണ് ആപ്പിൾ ആദ്യമായിട്ട് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 2, ഇപ്പോൾ നിങ്ങൾ ഈ ഹോം സ്ക്രീനിൽ കാണുന്ന പോലെ പുതിയ വാൾപേപ്പേഴ്സാണ്. നമുക്കറിയാം ഇയർലി ആപ്പിൾ കൊണ്ടുവരുന്ന പ്രൈഡ് വാൾപേപ്പറിൻ്റെ പുതിയ പതിപ്പാണ് ലൂമിനൻസ് വാൾപേപ്പർ. സോ ആ ഒരു വാൾപേപ്പറും ആപ്പിൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പൊതുവേ നമ്മൾ കാണുന്ന പോലെ കുറച്ച് വാൾപേപ്പർ അങ്ങ് ആഡ് ചെയ്തിട്ട് പോകുന്ന പരിപാടിയല്ല. അതിന് പകരം നിരവധി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണ് ഈ വാൾപേപ്പറിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിലേറ്റവും അവസാനം പോകുമ്പോൾ നമുക്ക് കളേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ നമുക്ക് കാണാം കളേഴ്സ് പിക്ക് ചെയ്യാൻ സാധിക്കും. അത് സിംഗിൾ കളർ ഓപ്ഷൻ ഉണ്ട്, മൾട്ടി ടോൺ കളർ ഓപ്ഷനും ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ് ആപ്പിൾ ഈ ഒരു പ്രൈഡ് ലൂമിനൻസ് വാൾപേപ്പറിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുതൽ ആംബിയൻ മ്യൂസിക്കിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വിജിറ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആംബിയൻ മ്യൂസിക്കിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിജിറ്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ആംബിയൻ മ്യൂസിക് എന്നുള്ളത് ആർക്കും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആംബിയൻ മ്യൂസിക് പ്ലേ ചെയ്യാൻ സാധിക്കും. സോ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിജിറ്റും ആപ്പിൾ ഇപ്പം ആഡ് ചെയ്തു. ഇത് മുന്നത്തെ അപ്ഡേറ്റിൽ വന്നതാണ്, ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ആപ്പിളിൻ്റെ മാപ്സ് ആപ്പിൽ ചെറിയ 2 മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നേക്കാണ്. ഒന്ന്, സജസ്റ്റഡ് പ്ലേസ് ഇനി മുതൽ നമുക്ക് ഷോ അപ്പ് ആകുന്നതായിരിക്കും. കറൻ്റ്ലി ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഇന്ത്യയിൽ അത് അവൈലബിൾ ആയിട്ടില്ല, താമസിക്കാതെ വരുന്നതായിരിക്കും. ലോക്കൽ പ്ലേസുകളും ലോക്കൽ റെസ്റ്റോറൻറ്റുകളും അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി സജസ്റ്റഡ് പ്ലേസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ചെറിയ തരത്തിലുള്ള ലോക്കലൈസ്ഡ് ആഡുകളും നമുക്കിനി ആപ്പിൾ മാപ്സിൽ ഷോ അപ്പ് ആകുന്നതായിരിക്കും. അതോടൊപ്പം ചെറിയ മാറ്റങ്ങൾ ആപ്പിൾ UI കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫൈൻഡ് നിയർ ബൈ എന്നുള്ളിടത്ത് നമുക്ക് കാണാം ആ ഗിഫ് ഐക്കൺസ് മൊത്തത്തിൽ ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റേഷൻ, റെസ്റ്റോറൻറ്റ്, ട്രെയിൻ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഗിഫ് ഐക്കൺസ് അതിൻ്റെ ഡിസൈനുകൾ ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. മാപ്പിൽ ഈ ആഡുകൾ വരുന്നതും അതോടൊപ്പം സജസ്റ്റഡ് പ്ലേസുകൾ കാണിക്കുന്നതും ബേസ്ഡ് ഓൺ നമ്മുടെ ലൊക്കേഷൻ, അതോടൊപ്പം തന്നെ റീസെൻറ്റ് സെർച്ച്, ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും. അടുത്തത് റിമൈൻഡേഴ്സിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. പ്രീവിയസ്ലി നമുക്ക് ഈ റിമൈൻഡേഴ്സിൽ പ്രസൻറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 4 ഓപ്ഷനിലെ 3ാമത്തെ ഓപ്ഷൻ റിമൈൻ മീ ടു നൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കറക്റ്റ് ടൈം നമുക്ക് ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിമൈൻഡർ ഓപ്ഷനും ലഭിക്കുന്നതാണ്. ഇതിൽ കാണിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഈ 6 PM എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. കാരണം കറൻ്റ്ലി ഉള്ള ടൈമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ടൈം ഇവിടെ കാണിക്കുന്നത്. സോ ഡൈനാമിക്കലി അത് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആപ്പിളിൻ്റെ ഫിറ്റ്നസ് ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം AI ഇൻ്റഗ്രേഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കറൻ്റ്ലി വർക്കൗട്ട് അതിൻ്റെ ഫേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ശരി അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്നാൽ വർക്കൗട്ട് സെഷൻ്റെ സമയത്ത് നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഇനി മുതൽ ആ മ്യൂസിക് ഇൻട്രപ്റ്റ് ചെയ്യാതെ ലോങ് സ്ക്രീനിൽ ഈ വർക്കൗട്ടിൻ്റെ ലൈവ് ആക്ടിവിറ്റിയിൽ നമുക്ക് ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന രീതിയിൽ ശരിക്ക് പറയാനുള്ള കാര്യങ്ങൾ പോപ്പപ്പ് ആയി വരുന്നതായിരിക്കും. സോ അങ്ങനൊരു മാറ്റം ആപ്പിൾ ഈ ഒരു
വർക്കൗട്ടിൻ്റെ അല്ലെങ്കിൽ ഫിറ്റ്നസ് ആപ്പിൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിൽ അടുത്ത വന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഐഫോൺ ടു ആൻഡ്രോയിഡിലേക്ക് നമുക്ക് ഡിവൈസ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് മാറുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ റീസെറ്റിൽ ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ നമുക്ക് ഡാറ്റ മുഴുവനും ഐഫോണിലുള്ള സകല ഡാറ്റാസും ആൻഡ്രോയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നാൽ മെസ്സേജസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നേക്കുന്നത്. അതായത് ഇനി മുതൽ നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് മാത്രം, അതായത് നമുക്ക് മാനുവലി മെസ്സേജസിൻ്റെ ആ ഒരു ഓർഡറിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് 30 days അല്ലെങ്കിൽ 5 months അല്ലെങ്കിൽ 1 year അങ്ങനെ ഓപ്ഷനിലൂടെ നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജുകൾ മാത്രമായിട്ട് ആൻഡ്രോയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ആപ്പിൾ ഈ ഒരു ഫീച്ചറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുതൽ ആപ്പിളിൻ്റെ മാജിക് ആക്സസറീസ് ലൈക്ക് മാജിക് കീബോർഡ്, അതോടൊപ്പം തന്നെ മാജിക് ട്രാക്ക് പാഡ് ഇതുപോലുള്ള ഡിവൈസുകൾ ഈ ഒരു അപ്ഡേറ്റ് മുതൽ നമുക്ക് ഐഫോണിലേക്ക് ഇതുപോലെ വയേർഡായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. വയറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ ഒരു കണക്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാനിവിടെ കീബോർഡിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട്. സോ ഇങ്ങനെ മാജിക് ആക്സസറീസ് നമുക്ക് ഐഫോണിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വന്ന മാറ്റം മെസ്സേജസിലാണ്. മെസ്സേജസിൽ നമുക്ക് RCSൻ്റെ എൻക്രിപ്ഷൻ ഇപ്പം എൻഡ് ടു എൻഡ് ആക്കിയിട്ടുണ്ട്. സോ മെസ്സേജ് സെറ്റിംഗ്സിൽ ടെക്സ്റ്റ് മെസ്സേജ് ഓപ്ഷനിൽ RCS നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ജിയോ സിമ്മാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും RCS പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. കാരണം ഇതിനു മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് RCS വർക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സോ RCS ഇപ്പം എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. ഈ ഒരു എൻക്രിപ്ഷൻ കൊണ്ടുവന്നതിൻ്റെ പ്രധാന കാര്യം ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കും ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കും RCS മെസ്സേജുകൾ അയക്കുന്നവർക്ക് അവരയക്കുന്ന മെസ്സേജുകൾ ഇനി മുതൽ സെക്യൂർ ആയിരിക്കും. കാരണം മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാക്കുകൾ ഉപയോഗിച്ച് ആ മെസ്സേജസ് ഡീകോഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് തടയാൻ വേണ്ടിയാണ് ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇപ്പം RCSൽ കൊണ്ടുവന്നേക്കുന്നത്. സോ അതോടൊപ്പം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സെർച്ച് സജഷൻ ഓപ്ഷൻ ആപ്പിൾ വീണ്ടും തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും ടൈപ്പ് ചെയ്തില്ല, അപ്പോഴേ തന്നെ നമുക്ക് ആ സജഷൻ വന്നിട്ടുണ്ട്. ആ ഒരു സജഷൻ നേരത്തെ ലഭിക്കുന്നില്ലായിരുന്നു. ആ ഒരു ഇഷ്യൂ ആപ്പിൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചെറിയൊരു ബഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതുപോലുള്ള വളരെ മൈനറായിട്ടുള്ള ഗ്ലിച്ചുകളൊക്കെ കാണാം. പക്ഷേ ഇത് നമുക്കൊരു റീസ്റ്റാർട്ടിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബഗ് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വല്ലപ്പോഴും ഇങ്ങനത്തെ ഓവർലാപ്പിംഗ് ബഗ്ഗുകളൊക്കെ ഉണ്ടാകാം, സ്വാഭാവികമാണ്. റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓൺ ആക്കിയാൽ മതി. ഇതെല്ലാമാണ് ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ഏതാനും ചില മാറ്റങ്ങൾ. ഇതെല്ലാം വലിയ മാറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ്. കാരണം അടുത്ത മാസം ജൂണിൽ നമുക്ക് പുതിയ OS വരുവാണ്, iOS 27. അതിൽ നിരവധി ഫീച്ചേഴ്സാണ്. വലിയ UI പരമായിട്ടുള്ള ചേഞ്ചസ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് AI പരമായിട്ടുള്ള ഇൻ്റഗ്രേഷൻസ്, AI പരമായിട്ടുള്ള പല ഫീച്ചേഴ്സും ആപ്പിൾ iOS 27ലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എനിവേ ഇതിൻ്റെ ബഗ് ഫിക്സുകളിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം വാൾപേപ്പർ ഡിമ്മിങ് ഇഷ്യൂ. ആപ്പിൾ ആ ഒരു ഇഷ്യൂ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. നമുക്ക് വാൾപേപ്പർ ലോക്ക് സ്ക്രീനിൽ കാണുന്ന അതേ കളേഴ്സിൽ തന്നെ നമുക്ക് ഹോം സ്ക്രീനിലും ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഏത് വാൾപേപ്പർ ഇട്ടാലും ഡള്ളായി പോകുന്ന ആ ഒരു പ്രോബ്ലം ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ കീബോർഡ് ടൈപ്പിങ്ങും കാര്യങ്ങളെല്ലാം വളരെയധികം സ്മൂത്തറാക്കിയിട്ടുണ്ട്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഇഷ്യൂസ് എല്ലാം ആപ്പിൾ പരിഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കാർപ്ലേ സംബന്ധമായിട്ടുള്ള കണക്ടിവിറ്റി ഇഷ്യൂസ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പല സോഴ്സുകളിൽ നിന്നും അറിയാൻ സാധിച്ചത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്യാമറ പരമായിട്ടുള്ള പ്രോബ്ലംസ്, ക്യാമറ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രീവിയസ് അപ്ഡേറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ഇഷ്യൂവോ മറ്റെന്തെങ്കിലും ബഗ്ഗുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോയിൽ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ഇനി 26.5 അപ്ഡേറ്റിൻ്റെ പെർഫോമൻസ് ആൻഡ് വളരെ പ്രധാനപ്പെട്ട ബാറ്ററി എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ 2 ഡിവൈസുകളും നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, 16 and 17 Pro. രണ്ടിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ്. അതായത് 17 Proയിൽ 3751 സിംഗിൾ കോർ സ്കോറെങ്കിൽ മൾട്ടി കോർ സ്കോർ എന്ന് പറയുന്നത് 9777. എന്നാൽ 16 Proയിൽ 3379 8673. ഇവിടെ 17 Proയുടെ പ്രീവിയസ് റിസൾട്ടുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 26.402 26.5 ചെറിയ വ്യത്യാസങ്ങളാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് മുന്നേ ഉള്ള അപ്ഡേറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ പെർഫോമൻസ് ഓവറോൾ വളരെ സ്മൂത്താണ്. എനിക്കങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ ഇടയ്ക്ക് കാണുന്ന പോലത്തെ ചെറിയ ബഗ്ഗുകൾ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഗ്ലിച്ചുകൾ കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഓവറോൾ ഡിവൈസിൻ്റെ പെർഫോമൻസ് ആയാലും പ്രത്യേകിച്ച് GPU പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം, കാരണം ഈ 2 ഡിവൈസുകളും നമുക്കറിയാം ഗ്രാഫിക്സ് എന്ന് പറയുന്നത് മെറ്റലിൻ്റെ 2nd ജനറേഷനാണ്. അതിൽ റേ ട്രേസിങ്
ടെക്നോളജിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മോഡേൺ ഗെയിംസ്, പ്രത്യേകിച്ചും മോഡേൺ കോമ്പാക്റ്റ് പോലുള്ള AAA ടൈറ്റിൽസിൽ വരുന്ന ഗെയിംസ് എല്ലാം ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്റ്റിമൈസേഷൻ, അതോടൊപ്പം പെർഫോമൻസ് ആണെങ്കിലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ. സോ ഓവറോൾ പെർഫോമൻസ് കുറേയും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട് 26.5-ൽ. സോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പെർഫോമൻസ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓൾഡർ ജനറേഷൻ ഡിവൈസുകളിലേക്ക് വരുമ്പം 13, 12, 11, 14 വരുമ്പം ബാറ്ററി ഹെൽത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ ബാറ്ററി ഹെൽത്തിൻ്റെ കണ്ടീഷൻ നോക്കുക. 80% താഴെയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും 75% താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി റീപ്ലേസ് ചെയ്തതിന് ശേഷം പുതിയ അപ്ഡേറ്റുകൾ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബാറ്ററി വീക്ക് ആകുന്നതനുസരിച്ച് അൺഎക്സ്പെക്റ്റഡ് ഷട്ട് ഡൗൺസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഈ രണ്ട് ഡിവൈസുകളുടെയും ബാറ്ററി ഹെൽത്തിലേക്ക് വരുമ്പോൾ എന്താണ് കറണ്ട് കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ബാറ്ററി ഹെൽത്ത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 26.5 അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 99% ആയിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് കാണാം 98%ലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളത് എപ്പം വേണമെങ്കിലും ബാറ്ററി ഹെൽത്ത് ഒരു സഡൻ ഡ്രോപ്പ് ഉണ്ടാകാം, ചിലപ്പം വളരെ ചെറിയ ഡ്രോപ്പ് ആയിരിക്കാം. സോ ഇതെല്ലാം നോർമലാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ സൈക്കിൾ കൗണ്ട് കൂടുന്നതനുസരിച്ച് പതുക്കെ ഒരു എങ്ങനെ നമ്മൾ മര്യാദയ്ക്കൊക്കെ നോക്കിയാലും ഒരു 2 അല്ലെങ്കിൽ 2.5, 3 years വരെ ഉള്ളൂ ഡിവൈസിൻ്റെ ബാറ്ററി കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല റഫ് യൂസാണ്, എന്നിട്ടും ബാറ്ററി കപ്പാസിറ്റി വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. ഇനി ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സമയമായിട്ടില്ല. ഒരു 3 to 5 days എങ്കിലും ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ടുള്ള കാര്യം പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോളോ അപ്പ് വീഡിയോ 26.5ൻ്റെ ഫോളോ വീഡിയോ ഒരു 4-5 ദിവസത്തിന് ശേഷം ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഫീഡ്ബാക്സ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരത്തെ കുറച്ച് മണിക്കൂറുകളുടെ യൂസേജ് വെച്ച് എനിക്ക് പറയാൻ സാധിക്കുന്ന വലിയ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി പെർഫോമൻസും ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് യുവേഴ്സ് വൺസ് അഗെയിൻ. This is Milan. Catch you guys in the next one. Until then, peace.